ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളുടെ ക്രിസ്തു ഭാഗം 67. തുടർമാനമായി സാത്താൻ്റെ മറ്റൊരു പേരാണ് മഹാസർപ്പം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തോടുള്ള ബന്ധം നമ്മളിത് കേട്ടു. എങ്കിലും അതിൻ്റെ മറ്റൊരു വ്യാഖ്യാനം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതായത് അവരെ 7 തലയും 10 കൊമ്പും തലകളിൽ 7 കിരീടവും കാണുന്നത് ഭൂമിമേലുള്ള അവൻ്റെ വാഴ്ചയുടെ സാർവത്വത്തിനുള്ള ഒരു സൂചനയാണ്. എന്നാൽ ഇത് അവൻ്റെ സാക്ഷാൽ രൂപമല്ല, രൂപകമായിട്ട് സദൃശീകരിച്ച് കാണിക്കുന്ന ഭാഗമാണത്. എങ്കിലും പഴയ പാമ്പ്, മഹാസർപ്പം എന്നീ 2 വാക്കുകളിൽ നിന്നും അവൻ്റെ സ്വഭാവവും രൂപവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നിശ്ചയമായും ഈ പ്രസ്തുത സ്വഭാവങ്ങൾ അവനുണ്ട് എന്നത് വളരെ വാസ്തവമാണ്. നമുക്കൊരു തലയുള്ളപ്പോൾ ഇവന് 7 തല ഉണ്ടെന്ന അർത്ഥത്തിലാണ് പറയുന്നത്. എന്നാൽ ജ്ഞാനസമ്പൂർണനാണെന്ന് അതിനെ കാണിക്കുന്നുവെങ്കിലും അവൻ പൂർണ്ണജ്ഞാനിയല്ല. നമ്മുടെ സ്വന്തം രക്തത്താൽ, ജ്ഞാനത്താൽ അവനെ ജയിക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. കൂടാതെ അവൻ്റെ കൊമ്പ് ആ അധികാരത്തെ കാണിക്കുകയാണ്. 10 കൊമ്പ് എന്നത് ആ സാർവത്രികതയെ കാണിക്കുക മാത്രമല്ല, അവൻ്റെ അധികാരം മുഴുവനെയും വെളിപ്പെടുത്തുന്നു. രാജമുടി അവൻ്റെ വാഴ്ചയും കാണിക്കുന്നു. എന്നാൽ ഇന്നത്തെ അവൻ്റെ പൂർണ്ണ വാഴ്ചയെ ഇത് കാണിക്കുമ്പോൾ തന്നെ ആ തീനിറം അവൻ്റെ ഭയങ്കരതയും കാണിക്കുന്നു. നോക്കൂ, മറ്റൊന്നാണ് ഈ ലോകത്തിൻ്റെ പ്രഭു എന്നത്. 7-ാമത്തെ അവൻ്റെ പേരാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 30-ലേക്ക് വരുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവായി സാത്താനെ ചിത്രീകരിച്ചിരിക്കുന്നു. അതുപോലെ 12:31 ഈ കാര്യം പറയുന്നുണ്ട്. സാത്താൻ അവകാശപ്പെടാൻ കർത്താവിൻ്റെ പക്കൽ ഒന്നുമില്ല. പാപത്തിനും മരണത്തിനും മേൽ മാത്രമേ അവൻ അവകാശമുള്ളൂ. നോക്കൂ, 2 കൊരിന്ത്യർ 5:21, 1 പത്രോസ് 2:22, 1 യോഹന്നാൻ 3:5. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഞാൻ അവന് ഒന്നിനും വഴങ്ങിക്കൊടുക്കുവാൻ പോകുന്നില്ല. വേണ്ടി വന്നാൽ അവനോട് നമുക്ക് ഏറ്റുമുട്ടാൻ പുറപ്പെടാമെന്നാണ് കർത്താവുടെ ശിഷ്യന്മാരോട് പറയുന്നത് തന്നെ. അവിടെ തുടർന്ന് വായിക്കുമ്പോൾ പിശാചിനോട് ഏറ്റുമുട്ടുവാൻ തയ്യാറായിക്കൊണ്ട് കർത്താവ് ശിഷ്യന്മാരോട് നമുക്ക് എഴുന്നേറ്റ് ഗെത്സമന തോട്ടത്തിലേക്ക് പോകാം എന്ന് പറയുന്നുണ്ട്. ഗെത്സമന തോട്ടത്തിലെ സാത്താൻ്റെ പോരാട്ടം യേശുവിനെ കാൽവരിയിലേക്ക് നടത്താതെ കൊല്ലുക എന്നതായിരുന്നു. അതുകൊണ്ടാണ് അവൻ അവിടെ വെച്ച് അതിവ്യഥയിൽ പ്രാർത്ഥിച്ചതും ശക്തിപ്പെടുത്തുവാൻ ദൂതൻ വരേണ്ടി വന്നതും. പ്രഭു എന്ന് പറയുമ്പോൾ രാജാക്കന്മാരെക്കാൾ ഉയർന്ന സ്ഥാനമാണ് പ്രഭു എന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് അഭിഷിക്തനായ പ്രഭുവായിരിക്കുന്നു. നോക്കൂ, ദാനിയേൽ 9:25 താൻ അഖിലാണ്ടങ്ങളുടെയും പ്രഭുവാണ്. എന്നാൽ സാത്താനാകട്ടെ ഈ ലോകത്തിൻ്റെ മാത്രം പ്രഭുവായി ഇപ്പോൾ ആയിരിക്കുന്നു. മാത്രമല്ല, ലോകം മുഴുവൻ അടക്കി ഭരിച്ചുകൊണ്ട് അവനിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് ആ പേര് അവന് കാണിക്കുന്നത്. 8-ാമത്തെ അവൻ്റെ പേരാണ് ലോകത്തിൻ്റെ ദൈവം. ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ 2 കൊരിന്ത്യർ 4:4 നോക്കുക. ഇവയ്ക്ക് വലിയൊരു ആശയമുണ്ട് ഈ പേരിൽ. സത്യദൈവത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഭൂഗോളത്തിന്മേൽ മുഴുവൻ ആധിപത്യം ചെലുത്തുന്നവൻ എന്ന ആശയമാണ് ഈ പേരിനുള്ളത്. മനുഷ്യനെ പാപത്തിൽ വീഴിച്ച സാത്താൻ മനുഷ്യന് എന്തിനും ഏതിനും മതിയായവൻ താനാണെന്ന് പ്രലോഭിപ്പിച്ച് വശത്താക്കി അവരുടെ ദൈവമായി തീർന്നിരിക്കുന്നു. ലോകത്തിൻ്റെ പ്രഭു എന്നും സർവ്വലോകവും ദുഷ്ടന്റെ അധീനത്തിൽ കിടക്കുന്നു എന്നും നാം പറയുമ്പോൾ, അല്ലെങ്കിൽ നാം വായിക്കുമ്പോൾ, കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവനെ
അവനെ കീഴ്പ്പെടുത്തുവാനാവില്ല എന്നുകൂടി ഓർപ്പിക്കുന്നു. തുടർന്നുള്ള അവൻ്റെ പേരുകൾ അടുത്ത ഭാഗങ്ങളിൽ കേൾക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.